നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രേവതി ലക്ഷ്മി അമ്മയെ ഫോൺ വിളിച്ചിട്ട് വരുമ്പോ സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുക. പിന്നീട് രേവതിയോട് പറഞ്ഞു, എന്താ മുഖത്തൊരു സന്തോഷമൊക്കെ കള്ളച്ചിരിയൊക്കെ ഉണ്ടല്ലോ. ഒന്നുമില്ല, ഞാൻ കേട്ടു അമ്മയോട് പറയണേ. അപ്പോഴേക്കും രേവതി ചോദിച്ചു, കേട്ടോ സച്ചേട്ടൻ? പിന്നല്ലാതെ. ആ സമയത്ത് രേവതി പറഞ്ഞു, എന്റെ മനസ്സിലെ ആഗ്രഹം. ആ സമയത്ത് സച്ചി പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെയാ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അതെ സച്ചേട്ടനെ പോലെ നല്ലൊരു കുട്ടിയെ കിട്ടിയാൽ മതിയായിരുന്നു. അത് കേട്ടപ്പോ സച്ചിക്ക് സന്തോഷം. അപ്പൊ രേവതി പ്രഗ്നന്റ് തന്നെയാണ്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ രേവതി ഉദ്ദേശിച്ച എന്താ, ദേവുവിന് കല്യാണം ആലോചിക്കുന്ന സമയത്ത് സച്ചിയെ പോലെ നല്ലൊരാളെ കിട്ടിയാൽ മതി എന്നായിരുന്നു രേവതിയുടെ മനസ്സിലുണ്ടായിരുന്നേ. പക്ഷെ രേവതി പറഞ്ഞപ്പോ അങ്ങനെയായി. സച്ചി അത് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. പിന്നീട് രേവതി ഒരു ചിരിയൊക്കെ ചിരിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോ സച്ചി പറഞ്ഞു, അമ്പടി കള്ളി, അപ്പൊ അതാണ് കാര്യം. അപ്പോഴേക്കും സച്ചിയുടെ ഫോണിലേക്ക് ഈച്ച വിളിച്ചു. ഈച്ച വിളിച്ചു കഴിഞ്ഞപ്പോ സച്ചി ചോദിച്ചു, എന്തായി കാര്യങ്ങൾ? വീട്ടിൽ പോയിട്ട് എന്തേലും കാര്യങ്ങൾ അറിഞ്ഞോ? പിന്നെ അറിഞ്ഞോന്നോ? എന്നോട് ഇതൊക്കെ നേരത്തെ ചോദിക്കണ്ടേ? അപ്പൊ ഞാനല്ലേ നിന്നോട് പറഞ്ഞു വിട്ടത്. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അവള് പറഞ്ഞ കാര്യം. എന്ത് കാര്യം? എന്നെപ്പോഴും നല്ലൊരു കുട്ടിയെ കിട്ടണമെന്ന്. പക്ഷെ ഞാനേ പ്രഗ്നന്റ് ആണോന്നോ അതൊന്നും ഞാൻ ചോദിച്ചില്ല. മരമണ്ടാ, അവള് പറഞ്ഞല്ലോ നിന്നെപ്പോലെ നല്ലൊരു കുട്ടീനെ കിട്ടണമെന്ന്. അപ്പൊ അതിനർത്ഥം എന്താ? അവള് പ്രഗ്നന്റാ. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാൻ എന്തു പറയാൻ? ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എടാ, ഇതൊക്കെ നിന്നോട് ഇനി പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? പ്രഗ്നന്റ് ആന്ന് അറിഞ്ഞു കഴിയുമ്പത്തേനും നമ്മള് സിനിമയ്ക്കകത്ത് സീരിയലിനകത്ത് കണ്ടില്ലേ, ഭാര്യ എടുത്ത് വട്ടം ചുറ്റി നിൽക്കുന്ന ഭർത്താവിനെ. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞു തരണോ? അങ്ങനെയൊക്കെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു, അത് കൊള്ളാലോ, നല്ലൊരു കാര്യമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അന്ന് നീ ഫോൺ വെക്ക് എന്ന് പറഞ്ഞിട്ട് സച്ചി എന്ത് ചെയ്യുവാണ്, രേവതി എടുത്തേക്കുന്നു. ആ സമയം രേവതി എന്ത് ചെയ്യുക, ഹാളില് ഓരോ ജോലികൾ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് സച്ചി എന്നിട്ട് രേവതി എടുത്തിട്ട് വട്ടം ചുറ്റിക്കുക. രേവതി ചോദിച്ചു, എന്താ സച്ചിയേട്ടാ, എന്താ കാര്യം? അതെ, ഇതെന്റെ സന്തോഷം എന്ന് പറയണ. സന്തോഷമോ? ഇത് കണ്ടോണ്ടാ ചന്ദ്രമതി വരുന്നേ. ചന്ദ്രമതിക്ക് സഹിച്ചില്ല. ചന്ദ്രമതി, ഇവിടെ എന്ത് കൂത്താ നടക്കണേ എന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് വരിക. അപ്പോഴേക്കും സച്ചി രേവതിയും കൂടെ താഴെ നിർത്തി, നിനക്കെന്താടാ, തലയ്ക്ക് എന്താ വല്ല ഓളമുണ്ടോ? ഇവിടെ വേറുള്ളവരുണ്ടെന്നുള്ള ചിന്ത പോലും നിനക്കില്ലേ? അപ്പോഴേക്കും സച്ചി പറഞ്ഞു, എന്റെ ഭാര്യയെ എനിക്ക് എടുത്ത് ഉയർത്തുന്നതിന് അതിപ്പോ മറ്റുള്ളവരുടെ പെർമിഷൻ വേണോ? അതെ, നിന്റെ ഭാര്യയെ നീ എടുത്ത് ഉയർത്തുന്നതിനും കുഴപ്പമില്ല, അതിങ്ങനെ പബ്ലിക് ആയിട്ടല്ല. പ്രൈവറ്റ് ആയിട്ടാണെങ്കിൽ അതിന് ഞങ്ങൾക്ക് പ്രത്യേക മുറികളും കാര്യങ്ങളും ഒന്നും ഇല്ല. ഹാളിലല്ലേ ഞങ്ങള്, ഒന്നെങ്കിൽ ടെറസില്, അല്ലെങ്കിൽ ഞങ്ങള് ഹാളില്. പിന്നെ ഞങ്ങൾ എവിടെ വെച്ചാ ഇതൊക്കെ ചെയ്യണേ? അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, നിനക്ക് തുള്ളി പോലും നാണമില്ലേ? ഞാനെന്തിനാ നാണിക്കണേ? നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്റെ ഭാര്യയല്ലേ എടുത്തു ഉയർത്തിയത്, അന്യന്റെ ഭാര്യയല്ലല്ലോ. ഒന്നാമത്തെ കാര്യം, ചന്ദ്രമതിക്ക് ഇഷ്ടമില്ല ഈ സച്ചിൻ രേവതിയും കൂടെ സന്തോഷത്തോടെ കഴിയണേ. ശ്രുതിയോ അല്ലെങ്കിൽ വർഷയെ ശ്രീകാന്ത് ആണെങ്കിൽ ചന്ദ്രമതിക്ക് കുഴപ്പമില്ല. പക്ഷെ രേവതി സച്ചിയും കൂടെ സ്നേഹിക്കുന്ന കാണുമ്പോൾ ചന്ദ്രമതിക്ക് വല്ലാത്തൊരു കടിയാണ്. ചന്ദ്രമതിക്ക് അങ്ങ് സഹിക്കാൻ പറ്റില്ല. ചന്ദ്രമതിക്ക് എങ്ങനെയാലും അവരുടെ സ്നേഹത്തെ ഇല്ലാതാക്കണമെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരും. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, നാണമില്ലാത്തങ്ങള്. അപ്പോഴേക്കും രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം? ഹാളി വെച്ച് ഭർത്താവ് ഭാര്യനെ എടുത്തു ഊർത്തി പൊയ്ക്കൊണ്ട് നടക്കുന്നു. ഇവിടെ മറ്റുള്ളവരുണ്ടെന്നൊരു ചിന്ത പോലും ഇല്ല. അതിനിപ്പോ നിനക്ക് എന്താ ചന്ദ്രേ? അവർ സ്നേഹത്തോടെ ഇരിക്കണമല്ലേ നല്ലത്. പിന്നെ ഇതൊക്കെ വേണം മുറിക്കകത്ത് ചെയ്യണം. സച്ചി പറഞ്ഞു, മുറിക്കകത്ത് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക മുറിയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഹാളിച്ചതേ. അതും പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. അവസാനം രവീന്ദ്രൻ പറഞ്ഞു, ഇതിനെന്തായാലും ഒരു അവസരം ഉണ്ടാക്കണം. കുറെ നാളായി ഈ മുറി പ്രശ്നം വരാൻ തുടങ്ങിയിട്ട്, അതിന്റെ അവസാനം വരുന്നുമില്ല. ഈ മുറിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ പറ്റില്ല. അപ്പോഴേക്കും ശ്രുതി വർഷ ശ്രീകാന്തും എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് അവരൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയാണ്. അപ്പം ശ്രുതിക്ക് മുറി വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല. ശ്രുതിയുടെ സ്വഭാവം അറിയാലോ, എല്ലാം തനിക്കുന്നൊരു ചിന്ത മാത്രമാണ് ശ്രുതിയുടെ മനസ്സിലുള്ളത്. ശ്രുതി പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഞാൻ മുറി എന്തായാലും വിട്ടുകൊടുക്കില്ല. അതിന്റെ പേരിൽ ഇനി ആരും പിടിവാശി പിടിച്ചിട്ട് കാര്യമില്ല. ഞാൻ പണ്ടത്തെ പോലെ അല്ല, ഞാനൊരു ജോലിക്കാരനാ. ഇത് കേട്ടപ്പം ശ്രീകാന്തിനും സച്ചിക്കൊക്കെ ദേഷ്യമായി. പിന്നെയും സച്ചി രേവതി ഒന്ന് പിന്മാറി കൊടുക്കുന്നേ. രേവതി പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല സച്ചിയേട്ടാ, നമുക്ക് നിലത്ത് കിടന്നാലും മതി. പക്ഷെ സച്ചി സമ്മതിക്കുമോ? സച്ചി പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ വിട്ടുകൊടുക്കുന്നില്ല. രേവതി പറഞ്ഞു, എന്താ സച്ചിയേട്ടാ, നീ എവിടെ മിണ്ടായിരുന്നാ മതി. ഈ അവസ്ഥയിൽ ഇപ്പൊ നീ നിലത്ത് കിടക്കണ്ട. രേവതി കൊടുത്ത് ഏതവസ്ഥ? ചിലപ്പം സച്ചിയാണ് അങ്ങനെ ചോദിച്ചതായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചായിരിക്കും എന്ന് രേവതി ചിന്തിച്ചു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ഇതെന്താടി, നിനക്ക് നിലത്ത് കിടന്നാൽ എന്താ കുഴപ്പം?
നിന്റെ എന്തായാലും തേഞ്ഞു പോ. ഓ പിന്നെ നീ വലിയ കൊട്ടാരത്തിൽ നിന്ന് വന്നവളാണല്ലോ, അതുകൊണ്ടായിരിക്കും നിനക്ക് നിലത്ത് കിടക്കാൻ മടി എന്ന് പറഞ്ഞ പട്ടമത്തല്ലല്ലേ രാജ്ഞി കിടന്നുകൊണ്ടിരുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചു പറഞ്ഞു, അല്ല അമ്മയോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അമ്മ കല്യാണം കഴിച്ചു വന്നതിന് ശേഷം അച്ഛൻ ഇങ്ങനെ അമ്മയുടെ നിലത്താണെന്ന് കിടത്തിയിരുന്നേ. പിന്നെ ഇവള് വന്ന പോലെയല്ലേ ഞാൻ വന്നേ. ഞാൻ അങ്ങനെയൊന്നും അല്ല വന്നേ, അന്തസരിച്ചേ നല്ല സ്വർണം പണയൊക്കെ ആയിട്ട് വന്നേ. പിന്നെ ഈ വീടുണ്ടല്ലോ, ഇതെന്റെ അച്ഛൻ എനിക്ക് തന്ന വീടുവാ. പിന്നെ അച്ഛൻ തന്ന വീട്, ഈ വീടിനകത്ത് എന്തേലും ഉണ്ടായിരുന്നോ? എന്റെ അച്ഛനല്ല അധ്വാനിച്ചുണ്ടാക്കിയത്. പിന്നെ ഈ വീടിന്റെ കോലം ഇതായിരുന്നില്ലല്ലോ. എന്റെ അച്ഛന്റെ അധ്വാനം കൊണ്ട് ഈ വീട് ഇത്രയൊക്കെ ആക്കിയെടുത്തേ. ഇനി അമ്മ കൂടുതലൊന്നും പറയണ്ട, ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. ചന്ദ്രമതിക്ക് അത് ഒട്ടും അങ്ങോട്ട് സൂചിച്ചില്ല. ചന്ദ്രമതി പറഞ്ഞു, നീയും കണക്കാ, നിന്റെ ഭാര്യയും കണക്കാ, ചക്കിക്കൊത്ത ശങ്കരൻ. ആയിക്കോട്ടെ, പക്ഷേ ഇനി എനിക്ക് പറ്റില്ല. എന്റെ ഭാര്യയെ ഞാൻ നിലത്ത് കിടത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, എന്നാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും മാസാമാസം കുറച്ച് തുക തരണമെന്ന് പറയാം. പക്ഷെ സുധിക്ക് സമ്മതമല്ലായിരുന്നു. സുധിയുടെ കയ്യിലിരിപ്പ് വെച്ച് സുധി കൊടുക്കാൻ വഴിയില്ല. അല്ലെങ്കിൽ തന്നെ രവീന്ദ്രന്റെ പൈസ കൊടുക്കാനാണെങ്കിൽ നീലമ്മ പൈസ കൊടുത്ത സമയത്ത് തന്നെ കൊടുക്കായിരുന്നു. അതൊക്കെ കള്ളത്തരം പറഞ്ഞ് ഷോപ്പ് തുടങ്ങി സുധി ഇരിക്കുമല്ലേ. ഒരു 5 രൂപ കയ്യിൽ നിന്ന് പോകുന്ന സുധിക്ക് വിഷമമുള്ള കാര്യമാണ്. അവന്റെ ദൂരത്തിനാണെങ്കിൽ അവൻ ഇഷ്ടം പോലെ പൈസ ചെലവാക്കാം, ഒരു കുഴപ്പമില്ല. പിന്നീട് രവീന്ദ്രനോട് സുധി, അച്ഛ എന്നെക്കൊണ്ട് പറ്റില്ല, എന്റെ ഷോപ്പൊക്കെ ഒന്ന് ക്ലച്ച് പിടിച്ച് വരുന്നുള്ളൂ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സച്ചി കളിയാക്കി, നീയല്ലേ പറഞ്ഞ വലിയ ബിസിനസ്മാനാ, ജോലിക്കാരനാന്ന്, പിന്നെ നിനക്ക് കൊടുത്താൽ എന്തോ കുഴപ്പം എന്നൊക്കെ ചോദിച്ചോണ്ട് സച്ചിൻ ദേഷ്യപ്പെടുവാണ്. ശ്രീകാന്തും ദേഷ്യപ്പെട്ടു. സുധിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലെന്നായി. അവസാനം ഒരു എമൗണ്ട് സുധി കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും കൊടുക്കാന്ന് പറഞ്ഞു. രവീന്ദ്രന്റെ മനസ്സിലെ പ്ലാനുകളും പദ്ധതികളും ഉണ്ട്. ഈ പൈസയൊക്കെ സ്വരൂപിച്ച് വെച്ച് മുകളിലൊരു മുറി പണിയണം. മുറി പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം. കുറെ കാലം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നും അടിയും വഴക്കും പ്രശ്നങ്ങളും തന്നെയാ ഈ മുറിയുടെ കാര്യത്തില്. എന്നും നിലത്ത് കിടക്കാൻ വിധിക്കപ്പെട്ടാണ് രേവതി സച്ചി. അങ്ങനെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായി കഴിഞ്ഞപ്പോ രേവതിയുടെ അടുത്ത് നിന്നിട്ട് സച്ചി പറഞ്ഞു, നിന്നെ ഞാൻ എങ്ങനെ തറയെ കിടത്തുന്നേന്ന് ചോദിക്കുക. അതെന്താ? അല്ല നിന്റെ വയലിലൊരു കുഞ്ഞില്ലേ? കുഞ്ഞോ എന്ന് രേവതി ചോദിച്ചു. അല്ല പിന്നെ നീ പറഞ്ഞല്ലോ എന്നെപ്പോലൊരു കുട്ടിയെ വേണമെന്നോ. അയ്യോ, അത് ഞാൻ സച്ചേണ്ണ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, എന്റെ വയറ്റുള്ള കുഞ്ഞിനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. പിന്നെയോ? അത് പിന്നെ ഉണ്ടല്ലോ, ഞാൻ ദേവനൊരു കല്യാണം വരുവാണെങ്കിൽ സച്ചേണ്ണെ പോലെ നല്ലൊരാളെ വേണമെന്നാ ഉദ്ദേശിച്ചേ. അപ്പൊ നീ പ്രഗ്നന്റ് അല്ലേ? സച്ചേണ്ണോട് ആരാ പറഞ്ഞ ഞാൻ പ്രഗ്നന്റ് ആന്ന്? അല്ല അത് പിന്നെ ഞാൻ കരുതി നീ പ്രഗ്നന്റ് ആയിരിക്കുമെന്ന്. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അപ്പൊ നീ ഛർദിച്ചതോ? ഛർദിച്ചെന്നും പറഞ്ഞിട്ട് പ്രഗ്നന്റ് ആവണം നിർബന്ധമുണ്ടോ? അതിനെ കുറിച്ച് തീരുമാനമായിട്ടില്ല. അതെന്താ? ഞാനത് നോക്കിയിട്ടില്ല. അല്ല അത് എന്നാ അറിയാൻ പറ്റുന്നേ? അതറിയാൻ പറ്റും, അതിന് ഇച്ചിരി കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറയാ. സച്ചി പറഞ്ഞു, പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? സച്ചിക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. രേവതി പറഞ്ഞു, അതൊന്നും പറയാൻ പറ്റില്ല സച്ചിയേട്ടാ, അതൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ. സച്ചിക്ക് സങ്കടമായി. എന്നാലും കുഴപ്പമില്ല, ചിലപ്പോൾ കാത്തിരുന്നാൽ അധികം വൈകാതെ ദൈവം തന്നാലോ എന്നൊരു ചിന്ത സച്ചിയുടെ മനസ്സിലേക്കും വരിക. പിന്നീട് രവീന്ദ്രൻ ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് പ്ലാനും കാര്യങ്ങളൊക്കെ വരപ്പിക്കുന്നുണ്ട്. അപ്പൊ ടെറസിന് മുകളിൽ നല്ല ഒരു അടിപൊളി റൂം പണിയാനാ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു 4-5 ലക്ഷം രൂപയാവുമെന്ന് പറഞ്ഞു. പക്ഷെ അത്രയും പൈസ വേണമല്ലോ. പക്ഷെ അത്ര പെട്ടെന്നൊന്നും അത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ ചെയ്യണ്ടേ? അവസാനം ചന്ദ്രമതിയോടും എല്ലാവരും വിളിച്ചിട്ട് രവീന്ദ്രൻ ആ കാര്യം പറയണം. ഇനി ഇപ്പൊ ഈ വീട് എന്തായാലും പണയത്തിലിരിക്കുന്നുണ്ടല്ലോ, അപ്പൊ കുറച്ച് പൈസയും കൂടെ എടുത്തിട്ട് മുകളിലൊരു മുറി പണിയാന്ന്. പക്ഷെ ചന്ദ്രമതി സമ്മതിച്ചില്ല. എന്റെ അച്ഛന് അധ്വാനിച്ചുണ്ടാക്കിയ വീടാത്, ഞാൻ അങ്ങനെ വീട് പണയം വെക്കാനും തരത്തില്ല. ഇതെടുത്തിട്ട് ആരും മുറി പണിയണ്ട. ചന്ദ്രമതിക്ക് കുഴപ്പമില്ല. ചന്ദ്രമതിയുടെ പ്രിയപ്പെട്ട മക്കളെല്ലാം മുറിയിലല്ലേ കിടക്കുന്നേ, നല്ല AC റൂമില്. സച്ചിന്റെ അവധി മാത്രമേ തറയെ കിടക്കുന്നുള്ളൂ. അതുകൊണ്ട് ചന്ദ്രമതിക്ക് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ചന്ദ്രമതി അങ്ങനെ പറയണേ. പക്ഷെ രവീന്ദ്രൻ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തരേ, നമ്മൾ മക്കളെ എല്ലാവരും ഒരേപോലെ കാണണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യാം, എന്റെ പെൻഷൻ കാശൊക്കെ സൂക്ഷിച്ചു വെച്ച് ഞാൻ അതുകൊണ്ട് റൂം കേട്ടോ, അല്ലെങ്കിൽ പെൻഷൻ കാശിന്ന് വല്ല ലോണും എടുത്തിട്ട് ചെയ്യാന്ന് പറയാം. പക്ഷെ സച്ചിക്ക് അതിന് സമ്മതമില്ലായിരുന്നു. ആകെപ്പാടെ അച്ഛന് കിട്ടുന്ന കുറച്ച് പൈസയില്ലേ, അതെങ്ങനെ എടുത്താൽ എങ്ങനെ ശരിയാന്നേ, അതിനെ എതിർക്കുകയോ ചെയ്ത സച്ചി. അത് വേണ്ട, അതൊന്നും ശരിയാകത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം രവീന്ദ്രനെ അറിയത്തില്ല എന്ത് ചെയ്യണോന്ന്. എത്രയും പെട്ടെന്ന് ഇനി പരിഹാരം ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ സച്ചി അതിനൊരു ഉപാധിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു.